ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കത്ത് ദിവസം നൽകിയിരിക്കെ ആണ്ടവരുടെ കത്ത് ദിവസത്തിൽ നമുക്ക് ആണ്ടവരുടെ വചനം നമുക്ക് പഠിച്ചാൽ ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. ഇന്ന് എപ്പിസോഡ് 157 C6. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുക. അതാണ് നമ്മുടെ എപ്പിസോഡ്. നമ്മൾ പഠിക്കുന്ന കൊലുസ്യ ലേഖനം 1:8 വാക്യം. കൊലുസ്യ ലേഖനം 1:8 വാക്യം. അതിൽ നമുക്ക് നമുക്ക് പഠിച്ചിടാം, നമുക്ക് പാക്കലാം. അതിന് മുമ്പേ 6 തൊട്ട് നമുക്ക് താഴോട്ട് നമുക്ക് വാസിച്ചിടാം. അന്നേരം വാസിക്കുമ്പോൾ നമുക്ക് തിരിയും ആണ്ടവർ നമ്മളോട് എന്നെ പേശുവാൻ തക്കോണം ആണ്ടവരുടെ ചിത്തമെന്ന് നമുക്ക് തിരിയും. അന്നേരം അതനുസരിച്ച് നമുക്ക് ആണ്ടവർക്ക് ചിത്തമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. അത് ரொம்ப പ്രയോജനമായി തീരും എന്ന് ഞാൻ ആണ്ടവരുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ചൊല്ലുക. അന്നേരം നമ്മൾ ഇന്ന് 8 വചനത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് 6 വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്ന ആണ്ടവരുടെ സുവിശേഷം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും ആ സുവിശേഷം എല്ലാ ലോകത്തിലും എപ്പടി എത്തിയാച്ചേ അതേമാതിരി നിങ്ങളുടെ പക്കലും വന്നു. കാരണം അത് ആരുടെ പ്രവർത്തനം താൻ? ആത്മാവിൻ്റെ പ്രവർത്തനം താൻ. നിങ്ങൾ ആത്മാവിൻ്റെ പ്രവർത്തനം മൂലം നിങ്ങളുടെ പക്കലും ആണ്ടവരുടെ സുവിശേഷം വന്നാച്ചേ അടുക്കലും നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞു. അത് നീ വന്നപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പറ്റി നിങ്ങൾക്കൊരു കേൾവി കേട്ടാച്ച്. എന്നെ കേൾവി ദൈവത്തിൻ്റെ കൃപ. ആ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്നാച്ച്. അന്നേരം നിങ്ങൾ ആണ്ടവരുടെ സുവിശേഷം കേൾക്കുമ്പോൾ എന്നെ പറ്റും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. அதுதான் இங்கே சொல்லுது. கேட்டுருங்க, நாள் முதல் നിങ്ങൾ ഇടയിൽ എന്നവർ സർവ്വലോകത്തിലും അത് നിങ്ങൾക്ക് என்ன பண்ணണം? അത് നിങ്ങൾക്ക് ഫലം കായ്ക്കണം. നിങ്ങൾ കേട്ടത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ ഈ വചനം കേട്ടത് അത് നിങ്ങളുടെ ആണ്ടവരുടെ കൃപയാൽ നിങ്ങൾക്ക് കിടച്ചാച്ച് കിടച്ച ആ ബീജം അത് എന്നെ പറ്റി അത് ഫലം തരണം. അന്നേരം ആണ്ടവരുടെ ചിത്തം എന്താണ്? നിങ്ങൾ കേൾക്കുന്ന വചനം മൂലം ആണ്ടവർക്ക് ഫലം കൊടുക്കണം. അതുതാണ് ആണ്ടവരുടെ ചിത്തം. അതുതാണ് നമ്മൾ ഈ വായിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ രമ്പ ചൊല്ലിയാച്ച്. ഇനി 7 വാക്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവർത്തനായ എപ്പഫ്രോസിനോട് പഠിച്ചിട്ടുള്ളത്. അതുതന്നെയല്ല ഇங்கே അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രോസിനെ പറ്റി ചൊല്ലുക. എപ്പഫ്രോസ് എന്ന ഒരു പ്രിയ അരുമനായ ഒരു സഹോദരൻ. അവൻ പക്കത്തിൽ നിന്നും നിങ്ങൾ എന്നാ പഠിച്ചാൽ ഇതെല്ലാം പഠിച്ചാച്ച്. അത് ആണ്ടോടെ വചനം അവൻ ഫലം തരുക. കാരണം അവനും കേട്ടാച്ച്, അവൻ ഫലം തരുവേ, അവൻ നിങ്ങളോട് എല്ലാം ചൊല്ലിയാച്ച്. ഇங்கே അപ്പോസ്തലനായ പൗലോസ് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കഠിനമായിട്ട് ചൊല്ലുക. നിങ്ങൾക്ക് അവൻ മൂലം ആ ഫലം നിങ്ങൾ കണ്ടാച്ച്. അവൻ എന്നെ പറ്റിയാച്ച് അവൻ ആണ്ടവരെ വിശ്വസിച്ചാച്ച്. അവൻ വിശ്വസിച്ചപ്പോൾ അവൻ എന്നെ പറ്റി അവൻ നിങ്ങളോടും ചൊല്ലിയാച്ചാ. നിങ്ങളെ അത് ചൊല്ലിയെന്ന് മാത്രമല്ല, അവൻ മുഖാന്തരം നിങ്ങൾ ചൊല്ലിയ വചനം മൂലം നിങ്ങൾക്ക് കൃപമേൽ ലഭിച്ചാച്ച്. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചൊല്ലുക? ഞങ്ങളോട് അറിയിച്ചവന് പഠിച്ച് അങ്ങനെ അതെല്ലാമേ നിങ്ങൾ പഠിച്ചിരിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അവൻ മൂലം പഠിച്ചായിരുന്നു. അതായത് ഒരു വിശ്വാസി അവൻ എന്നാ பண்ணണം? അവന് വിശ്വാസി ആരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ട് അവൻ ആ വചനം മറ്റുള്ളവരോട് പേശിയണം. കാരണം അതുമൂലം താൻ ഫലം കായ്ക്കുന്നു. അതിന് ഫലം കായ്ക്കണമെങ്കിൽ എന്നെ பண்ணണം? നിങ്ങൾ അത് സുവിശേഷം சொல்லണം. ഒരു വിശ്വാസിയുടെ ചുമതല എന്നാ ചൊല്ലിയാൽ അവൻ അവിശ്വാസികളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ നേസം ചൊല്ലുകയും ദൈവത്തിൻ്റെ കൃപയെപ്പറ്റി ചൊല്ലുകയും അവൻ ചെയ്ത വലിയ ഉപകാരത്തെപ്പറ്റി ചൊല്ലുകയും ആണ്ടവരായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് മരിച്ച കാര്യം നമ്മൾ ചൊല്ലുകയും മരിച്ചു എന്ന് മാത്രമല്ല അവൻ ഉയർത്തെഴുന്നേറ്റാച്ച എന്ന് ചൊല്ലുകയും അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല അവനിന്ന് ജീവിക്കുന്നു എന്ന് ചൊല്ലുകയും അത്
மட்டுமല്ല, അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂസിൽ മരിച്ചാച്ചെന്ന് ചൊല്ലിയും അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, അതുമൂലം അധിക ഫലം കായ്പാൻ തക്കോണം ഇടയാക്കി. അതുകൊണ്ട് താൻ നമ്മൾ വചനത്തിൽ വാസിക്കുന്ന ഒരു വിത മണ്ണിൽ വെക്കാതെ അത് എന്നെ പറ്റും മണ്ണിൽ വെക്കാതെ അത് ഫലം കായ്ക്കുകയും, അതായത് നിങ്ങളുടെ പഴയ ജീവിതം നിങ്ങൾ മരിക്കണം. അതായത് ആ ബീജം എന്നെ പറ്റുക മണ്ണിൽ നമ്മൾ കുഴി തോണ്ടിയിട്ട് ആ ബീജമാറ്റിട്ട് അത് മണ്ണ് വെച്ച് മൂടുമ്പോൾ അത് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മരിക്കുമ്പോൾ താൻ ഫലം കായ്ക്കുന്നു. അന്നേരം എന്നാ പറ്റും? മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പുതിയ ഒരു ജീവിതം, ഒരു ജീവനായി നിങ്ങൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതൊരു അതിൽ വരുന്ന വൃക്ഷം നിങ്ങൾക്ക് ഫലം തരും. അതായത് നിങ്ങൾ ഫലം കായ്പാൻ തക്കോണം നിങ്ങൾ മരിക്കണം. അന്നേരം ആണ്ടവരുടെ കൂടെ നമ്മൾ മരിക്കുമ്പോൾ താൻ നമുക്ക് ആ ഫലം കഴിക്കുവാൻ സാധിക്കും. അതായത് ഇത് വചനത്തിൽ ചൊല്ലിയ കാര്യം. നമുക്ക് ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്ന சொல்லுது, നിങ്ങൾ അപ്പോസ്തലനോട് പഠിക്കുകയും നിങ്ങൾക്ക് കൃപ നിങ്ങൾക്ക് കിടക്കുകയും ചെയ്തിരിക്കുകയാണ്. എട്ടാം വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും അപ്പോസ്തലനായ சொல்லுது, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി എന്നാ പണിയാച്ച്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ ഈ എപ്പപ്രോസ് ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. കാരണം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അവൻ ആണ്ടവർക്ക് വേണ്ടി വേല പണിതവൻ. അതായത് എല്ലാ വിശ്വാസികളും അപ്പടി തന്നെ പണണം. ഇங்கே അപ്പോസ്തലനായ പൗലോസ് അവൻ വിശ്വസ്ത ശുശ്രൂഷകൻ. നിങ്ങൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ എന്നെ പറ്റും, നിങ്ങൾ ആണ്ടവരുടെ വിശ്വസ്ത ശുശ്രൂഷകനായി മാറിടും. അവൻ നിങ്ങൾ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അവൻ എന്നെ പനിയാച്ച് അവൻ നിങ്ങളോട് ആത്മാവിലുള്ള നേസം നിങ്ങളെ അറിയിച്ചാച്ച്. അന്നേരം ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി, അവൻ എല്ലാ വിശ്വാസിയും ശുശ്രൂഷകൻ താൻ. അവൻ ആർക്കും നിങ്ങൾ വിചാരിക്കും, ശുശ്രൂഷകൻ അവൻ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുന്നവൻ, അല്ലെങ്കിൽ അവന് പാസ്റ്റർ, അല്ലെങ്കിൽ അവന് പിന്നെ മൂപ്പൻ, അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലും അവന് ആണ്ടവർ കൊടുത്ത അവന് ഇതുകൊണ്ട് താൻ ജീവിക്കുന്നു. അപ്പടിയല്ല. എല്ലാ വിശ്വാസിയും നിങ്ങൾ ആണ്ടവരെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രവർത്തനം. നിങ്ങൾക്ക് വേലയിലേക്ക് പറവില്ല. നിങ്ങൾ വേലയിൽ കൂടെ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ വേലക്കാരോട് നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ആണ്ടവരുടെ സ്നേഹത്തെപ്പറ്റി നമ്മൾ അവരോട് ചൊല്ലണം. ആണ്ടവരുടെ കൃപയെപ്പറ്റി നമ്മൾ അവരോട് പേശണം. നമ്മൾ അവരോട് നമ്മൾ പേശുമ്പോൾ അവരെന്നെ പറ്റും, അവരും ആണ്ടവരെ വിശ്വസിച്ച് അവരെന്നെ പറ്റും. ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പഴയ മനുഷ്യനെ അവൻ കുഴിച്ചിട്ട് അവനെന്നെ പറ്റും, അവൻ മരുത്തിട്ടിട്ട് അവൻ ഉയർത്തെഴുന്നേക്കും എന്ന് ചൊല്ലിയാൽ അവനൊരു പുതിയ സൃഷ്ടിയായി. അതായത് നേരത്തെ ഒരു അരിധാൻ, ആ അരിമണി താൻ, ആ അരിമണി എന്നാ ഇപ്പയച്ച് അതിപ്പം വിത മാത്രമല്ല ഒരു ചെടിയായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു മരമായിട്ട് മാറി. അതൊരു പുതിയ സൃഷ്ടി. ആ വിത എങ്കിരിക്കെ ഒരു മരം എങ്കിരിക്കെ നിങ്ങൾ വിചാരിക്കും. അതേപോലെ നിങ്ങൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഈ എപ്പർപാസ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വിശ്വാസികളും എന്നതാണ് ഇങ്ങനെ ചൊല്ലുക, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ് അവൻ. എപ്പടി ഒരു വിശ്വസ്ത ശുശ്രൂഷകനാണ്, നിങ്ങളും വിശ്വസ്ത ശുശ്രൂഷകനാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആത്മാവുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ച നിങ്ങൾക്ക് ആത്മാവുള്ള സ്നേഹം. അത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവിലുള്ള സ്നേഹം എപ്പപ്രോസ് എൻ പക്കത്തിൽ വന്ന് എന്നെ അറിയിച്ചാച്ച്. അവർക്കും ആത്മാവിൻ്റെ സ്നേഹം
നേസം വന്നാച്ച്. അതായത് നമുക്കതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആണ്ടവരോട് ചെല്ലുമ്പോൾ നമ്മളുടെ നേസം നമുക്ക് മറ്റുള്ളവരോട് ചൊല്ലുവാൻ പറ്റും. അപ്പടി ചൊല്ലുമ്പോൾ അത് മാത്രമല്ല, അത് കാമിക്കും. അത് നമ്മൾ കാമിക്കുമ്പോൾ നമ്മൾ ആണ്ടവരെ മാത്രപ്പെടണം. 9-ാം വാക്യത്തിലുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് വരെ ഞാൻ അത് കേട്ട നാൾ മുതൽ എന്നെ പണുക, നിനക്ക് വേണ്ടി ജപിച്ചിടുക. അയ്യോ, അത് നല്ല കാര്യം താ. ശരി, നിങ്ങൾ എന്തിനാ ജപിച്ചിടുന്നു? കാരണം ശൈത്താൻ നിങ്ങളോട് ശണ്ടയ്ക്ക് വന്നിടും. അവൻ നിങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോയിടും. എന്നിട്ട് നിങ്ങളെ വിശ്വാസവും നേസവുമുള്ള നിങ്ങൾ എന്നെ പറ്റും ആണ്ടവരുടെ ഭക്തിയിൽ നിന്ന് പോവും. അത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദിവസേന എന്നെ ഞാൻ ജപം പണിക്കൊണ്ടിരിക്കുക. ആത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകുവാൻ വേണ്ടി, ആത്മാവ് നിങ്ങൾക്ക് നിങ്ങളിൽ ഫലം കായ്പാൻ വേണ്ടി, ആത്മാവ് നിങ്ങളിൽ വസിപ്പാൻ വേണ്ടി, ആത്മാവിൻ്റെ നേസം നിങ്ങൾ മറ്റോട് കാണിപ്പാൻ വേണ്ടി നിങ്ങൾ ആ വിശ്വാസം ഇല്ലയോ അത് പോവാതിരിപ്പാൻ എന്നെ പണുക. ഞാനത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ജപം പണിക്കൊണ്ടിരിക്കുക. ഈ അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയായിരുന്നു ജപം പണിത്? നമ്മൾ നേരത്തെ വിചാരിച്ചത്, അപ്പോസ്തലനായ പൗലോസ് ജയിലിലിരുന്ന് താൻ ഇത് എഴുതിയാച്ച്. അവൻ ചൊല്ലുകയാണ് നിങ്ങളുടെ നേസത്തെപ്പറ്റി. അവൻ ചൊല്ലുകയാണ്, എന്നെ ചൊല്ലുകയാണ് നിങ്ങളുടെ നേസം പോവാതിരിപ്പാൻ തക്കോണം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പോവാതിരിപ്പാൻ തക്കോണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ ഓരോ വിശ്വാസികളുടെയും ചുമതല എന്നാ വെച്ചാൽ, നിങ്ങൾ മറ്റുള്ള സഹവിശ്വാസികൾക്ക് വേണ്ടി ജപം പണിക്കൊണ്ടേയിരിക്കണം. അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ, അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോകാതെ, നിങ്ങളിൽ നിന്നല്ല ആണ്ടുകളിൽ നിന്നും മാറിപ്പോകാതെ ആണ്ടുകൾക്ക് ഫലം കായ്പാൻ തക്കോണം ഇടവരുതെന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി ജപം പണിയണം. കാരണം നമ്മൾ ഈ ലോകത്തിലെ ഒരു സഞ്ചാരികൾ താൻ, നമ്മൾ ഒരു യാത്രക്കാർ താൻ. നമ്മൾ എന്നെ പണുക, ഇതൊരു വഴിപോക്കർത്താൻ. നമ്മൾ ആ വഴിയിൽ കൂടെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ഏത് വഴിയിൽ പോയിടുക? സ്വർഗത്തിലെ സിയോനിലേക്ക് പോകുന്ന വഴി താൻ. ആ സ്വർഗ സിയോനിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ടയേർഡാവാതെ അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവാതെ നമ്മളെ കാക്കുവാൻ തക്കവണ്ണം ആണ്ടവരോട് അപ്പോസ്തലനായ പൗലോസ് ജപം പണിയിടുകയാണ്. അന്നേരം നമുക്ക് തളർന്നു പോകാനുള്ള തളർന്നു പോയിടും. കാരണം ഈ യാത്ര കഠിനമായ യാത്രയാണ്. വെയില്, തണുപ്പ്, ചൂട് ഇതെല്ലാമേ ഇരിക്കെ. അന്നേരം അത് മാത്രമല്ല, നമുക്ക് പട്ടിണി അല്ലെങ്കിൽ പസിദാഹം എല്ലാമേ വരും. എന്നാൽ ഇതിൽ നിന്ന് തളർന്നു പോകാതെ ആണ്ടവരെ നേസിച്ചുകൊണ്ട് ആണ്ടവരെ വിശ്വസിച്ച ആ വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എന്നാ ചൊല്ലുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപം പണിയിടുവാണ്. അന്നേരം ഒരു വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുക 2 ഗുണം. ഒന്ന് വിശ്വാസം, 2 ആണ്ടവരോടുള്ള വിശ്വാസം, 2ാമത് ആണ്ടവരുടെ നേസം. ഇത് രണ്ടും നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആണ്ടവർ നിങ്ങൾക്ക് നൽകിയിരിക്കുക. ആണ്ടവർ എനിക്ക് നൽകിയിരിക്കുന്ന സമയം നിങ്ങൾക്ക് പ്രയോജനമാവാൻ തക്കവണ്ണം, നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ആണ്ടവർ നിങ്ങൾക്ക് ഇടയാക്കുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടാകട്ടെ. ആമേൻ.